നമസ്കാരം. H5 സിസ്റ്റത്തിലേക്ക് എങ്ങനെ എൻ്റർ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്കാദ്യം Sameepan.com എന്നുള്ള ലിങ്കിൽ കയറുന്ന സമയത്ത് നമുക്കിതുപോലെ ഒരു ഇൻ്റർഫേസാണ് കാണിക്കുന്നത്. അതിൽ ലോഗിൻ നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ലോഗിൻ ചെയ്യാനുള്ളൊരു വിൻഡോ വരും. അതിലൊരു മൊബൈൽ നമ്പർ കൊടുക്കാൻ പറയും. ആദ്യം നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാസ്വേഡ് ചോദിക്കുന്ന ഒരു ഓപ്ഷൻ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ സ്വന്തം പാസ്വേഡ് അവിടെ നൽകുക. നമ്മുടെ പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും, വൈറ്റ് ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതിൽ ചാറ്റ് എന്നൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ജസ്റ്റ് ചാറ്റ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഇതുപോലൊരു പുതിയൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്, ഒരു ന്യൂ പ്ലാറ്റ്ഫോം. ഇതിൽ ജസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് ചാറ്റ് എന്നൊരു ഓപ്ഷൻസ് ഉണ്ട്. ഒരു 2 ലവ് സിമ്പിൾ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെയാണ് നിങ്ങളുടെ മുഴുവൻ മാച്ചിൻ്റെ ഡീറ്റെയിൽസും ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മുഴുവൻ മാച്ചുകളും ഇവിടെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടാവും. ഇത് നമുക്ക് ജസ്റ്റ് താഴോട്ടൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ മുഴുവൻ ലിസ്റ്റുകൾ ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊഫൈൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ബേസിക് ആയിട്ട് ഡീറ്റെയിൽസ് നോക്കി അത് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടാവും. ലിസ്റ്റ് ചെയ്ത് കാണിക്കുക അവരുടെ ബേസിക് ഡീറ്റെയിൽസ്, ലൊക്കേഷൻ ഡീറ്റെയിൽസ്, അവരുടെ എഡ്യൂക്കേഷൻ, കരിയർ, അങ്ങനെ മുഴുവൻ ഡീറ്റെയിൽസും ഇവിടെ ഇങ്ങനെ താഴോട്ട് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ നോക്കിയതിന് ശേഷം നമുക്കിത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്കിവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് അവരെ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇതിന് ഈ മാച്ചിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് പുതിയൊരു ഐക്കണും കൂടെ ഉണ്ട്. അത് ചാറ്റ് എന്നുള്ളൊരു ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഏറ്റവും ഫസ്റ്റ് കാണിക്കുന്നത് നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ കൗൺസിലറിൻ്റെ ഡീറ്റെയിൽ ആയിരിക്കും ഏറ്റവും ഫസ്റ്റ് കാണിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ ഇതിന് മുമ്പ് ആരെയെങ്കിലും കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ലിസ്റ്റ് ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്കിവിടെ ലിസ്റ്റ് ചെയ്തിങ്ങനെ കാണിക്കുന്നത്. നിങ്ങളിവിടെ കൗൺസിലറിനെ ആയിട്ട് നിങ്ങൾക്കിവിടെ കൗൺസിലറുമായിട്ട് ഡയറക്റ്റ് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും സംസാരിക്കാം. നിങ്ങളുടെ പ്രൊഫൈൽ റിലേറ്റ് ചെയ്തിട്ടുള്ള, നിങ്ങളുടെ മാച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള, നിങ്ങൾക്ക് എന്ത് സപ്പോർട്ടാണോ വേണ്ടത് അത് ഡയറക്റ്റ് കൗൺസിലറുമായിട്ട് വോയിസ് മെസ്സേജ് ആയിട്ടോ, ടെക്സ്റ്റ് ആയിട്ടോ, പിക്ചറായിട്ടോ, വീഡിയോ ആയിട്ടോ എന്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് ഡയറക്റ്റ് ഈ പ്രൊഫൈൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഡയറക്റ്റ് സംസാരിക്കാവുന്നതാണ്. ചാറ്റ് വിൻഡോയുടെ റൈറ്റ് സൈഡിലായിട്ട് മീറ്റിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ള BGM, ഗ്രൂം ബ്രൈഡ് മീറ്റിംഗ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് എത്ര പ്രാവശ്യം എത്ര എണ്ണം BGM അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫുള്ള് ലിസ്റ്റായിട്ട് ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരുന്നതാണ്. അതിൻ്റെ റൈറ്റ് സൈഡിൽ, മീറ്റിങ്ങിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു പ്രൊഫൈലിൻ്റെ സിമ്പിളുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ്, അതിൻ്റെ പ്ലാൻ ഡീറ്റെയിൽസ്, ഒന്നിലധികം പ്രൊഫൈൽ ഉണ്ടെങ്കിൽ അത് സ്വിച്ച് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻസ്, പിന്നെ നിങ്ങളുടെ മാച്ചിൻ്റെ ഡീറ്റെയിൽസ്, മീറ്റിംഗ്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു പ്രൊഫൈൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സമീപം എന്നുള്ള എഴുതിയിരിക്കുന്ന ലിങ്കിൻ്റെ ഏറ്റവും റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് നോട്ടിഫിക്കേഷൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു ചെറിയൊരു ഐക്കൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഓൾറെഡി ഫില്ല് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻസ് അവൈലബിൾ ആണ്. എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ്, ലൊക്കേഷൻ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ, കരിയർ, അങ്ങനെയുള്ള മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്.